ഇത് വടക്കുന്നാഥ ക്ഷേത്രത്തിനകത്താണ്. വരിവരിയായി അങ്ങനെ കരിവീരന്മാർ അണിനിരന്നു കഴിഞ്ഞിരിക്കുന്നു. 65ഓളം ആനകൾ ഇക്കുറി ആനയൂട്ടിൽ പങ്കെടുക്കും എന്നുള്ളതാണ് ദേവസ്വം കരുതുന്നത്. അതിന്റെ ഭാഗമായുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇതിന്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ SKN ഈ ഏഷ്യൻ ഗെയിംസിൽ പണ്ട് ആനകളെ പങ്കെടുപ്പിച്ചതിന് ശേഷം, അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുപ്പിച്ചതിന് ശേഷം ആനകളെ തിരിച്ചെത്തിച്ചപ്പോൾ അന്ന് ആനകൾക്ക് വല്ലാത്ത ക്ഷീണം അനുഭവപ്പെട്ടിരുന്നു. അങ്ങനെയാണ് ഈ ആനയൂട്ട് എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക്, ചടങ്ങിലേക്ക് ഈ ദേവസ്വം കടക്കുന്നത്. 1985 തുടങ്ങിയ ആനയൂട്ടാണ്. അതിപ്പോൾ വർഷങ്ങൾ പിന്നിട്ട് അതിന്റെ പാരമ്പര്യം പേറിക്കൊണ്ട് ഇപ്പോൾ കൂടുതൽ ആനകൾ ഇവിടെ എത്തുന്നു. ഇക്കുറി 7 പിടിയാനകൾ എത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ ആനകളുടെ ഒരു പ്രാഥമിക പരിശോധനയെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് ആനകളെല്ലാം അണിനിരന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഈ തൃശൂർ പൂരത്തിനൊക്കെ നെറ്റിപ്പട്ടം ഒക്കെ കെട്ടിവരുന്ന അണിഞ്ഞൊരുങ്ങി എത്തുന്ന ആടയാഭരണങ്ങളോടുകൂടി എത്തുന്ന ആനയാണ് കാണാറുള്ളെങ്കിൽ അതിന്റെ ഒരു തനത് ഭംഗിയിൽ, അതായത് കരിവീരന്മാർ അങ്ങനെ മഴയത്ത് നിൽക്കുന്ന ആനയുടെ അതേ ചേല്, അതായത് ഒരു തരത്തിലുള്ള ആഭരണങ്ങളും അണിയാതെയുള്ള ആനയുടെ ചേല് കാണാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ നിമിഷമായാണ് എല്ലാവരും ഈ ആനയൂട്ടിനെ കാണുക. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ അവധി കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ വലിയ ജനക്കൂട്ടം ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് കരുതുന്നത്. ഈ ആനയൂട്ടിന് ശേഷം ആനകൾക്ക് ഈ കർക്കിടക മാസത്തിൽ പ്രത്യേക ചികിത്സ അടക്കം ഉണ്ടാകും. ഇന്ന് 9 തരം പഴവർഗ്ഗങ്ങളും 200-ലധികം കിലോയുടെ ചോറുമാണ് ഈ ആനകൾക്ക് നൽകുക. ഇതിന് മുന്നോടിയായുള്ള മഹാഗണപതി ഹോമം അടക്കം പൂർത്തിയായിരിക്കുന്നു. ഇനി ക്ഷേത്രത്തിനകത്തെ ചില ചടങ്ങുകൾ കൂടി പൂർത്തിയായാൽ ആനയൂട്ടിലേക്ക് കടക്കും.